ഇന്ന് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഉഴുന്നിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് കഴുകിയിട്ട് ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ 1/4 കപ്പ് വെള്ളം അവലും കൂടി സോക്ക് ചെയ്തെടുക്കണം. പിന്നെ കുതിർത്തെടുത്തിട്ടുള്ള ഉഴുന്നും 3 ക്യൂബ് ഐസ് ക്യൂബ്സും പിന്നെ ഉഴുന്ന് കുതിർത്ത വെള്ളവും കൂടി നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ മിക്സി ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളവും കൂടി ചേർത്തിട്ട് ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുതിർത്തെടുത്തിട്ടുള്ള അവല് കൂടി അരച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഇഡ്ഡലി തട്ടിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി ചമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ അടിപൊളി ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.